ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള അച്ചാറാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാം. ഇതുകൊണ്ട് നമുക്ക് അച്ചാറിടാം, പിന്നെ ചമ്മന്തി അരയ്ക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മാങ്ങൻ്റെ ടേസ്റ്റാണ് അച്ചാർ ഉണ്ടാക്കിയാൽ. പിന്നെ ഒരു ഇഞ്ചിൻ്റെ കുത്തുണ്ടാവും, അത് പോകാൻ നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ അതിനായിട്ട് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, ഒരു മുണ്ട വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിന്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂണ് കടുക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് നല്ല വറവായാൽ പാകത്തിന് വറവാകുമ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്ത്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞ് വെച്ച മാങ്ങിഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങിഞ്ചിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് വരെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. മാങ്ങിഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് വരെ ഇളക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, സാദാ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വിനേഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മാങ്ങ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായി അറിയിക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.